എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, അള്ളാഹുവിന്റെ ഖുർആനിൽ എന്തിനും ഏതിനും പരിഹാരമുണ്ട്. മക്കളില്ലാത്തവര്, കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ലാത്തവര്, കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ലാത്തവര് ഓതണ്ട ആയത്തേതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളയതാ പറയുകയാ, ഉസ്താദേ 20 കൊല്ലമായി 40 കൊല്ലമായി 50 കൊല്ലമായി 5 കൊല്ലമായി മക്കളില്ല, ദുആ ചെയ്യുമോ എന്ന് പറയുന്നവരോട് പറയുകയാ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രിയമുള്ളവരെ ആയത്താ ഏതെന്നറിയോ? ആയത്തേതെന്നറിയോ? 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന, ഒരുപാട് വിധികളുള്ള, ഒരുപാട് കഥകളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുത്തോ, റെക്കോർഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചോ, ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചോ. ആയത്തേതാ? ദുആ ഏതാ? അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താ അവന്റെ കുടുംബ ജീവിതത്തില്, അവന്റെ പരമ്പരയില്, അവന്റെ മക്കളില് അല്ലാഹു പടച്ച തമ്പുരാ ബറക്കത്ത് തരുന്നതാ. ഖുർആനിരിക്കുന്ന ഷെൽഫൊന്ന് തുറക്കുക, ഖുർആനൊന്ന് കൈ കൊണ്ടെടുക്കുക, ഖുർആനൊന്ന് ഓതാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് കുടുംബത്തിലുണ്ടല്ലോ അല്ലാഹു സമാധാനം തരുന്നതാ. ആരാണോ ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കണവരാരാ, അതിനെ ബഹുമാനിക്കണവരാരാ, അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന് നബിയിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറയണേ, എല്ലാ ദിവസവും ഖുർആൻ ഓതാൻ കഴിയണം. നമ്മളൊക്കെ ചിന്തിക്കണം, എന്ത് ഉസ്താദേ, നാളെ ആകട്ടെ ഉസ്താദെ ഓതാം, മറ്റന്നാളാകട്ടെ ഉസ്താദെ ഓതാം, അത് കഴിഞ്ഞിട്ടാകട്ടെ ഉസ്താദെ ഓതാം. അവസാന കബറിൽ കിടക്കുമ്പോ നമുക്ക് വേണ്ടി വേറെ പലരും എന്റെ പ്രിയപ്പെട്ടവർ ഓതേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടില് കൊലപാതകം, MDMA, ഇപ്പൊ ചില ആളുകൾക്ക് പറയും ഉസ്താദെ സിഗരറ്റ് വലിയൊക്കെ നിർത്തി ഉസ്താദെ, ഇപ്പൊ എന്താ MDMA, സ്റ്റാമ്പ്, കഞ്ചാവ്, മറ്റേത് മറിച്ചത്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് കയറ്റാൻ പറ്റുമെങ്കിൽ അതൊക്കെ അടിച്ചിട്ട് നിൽക്കണ ചില മക്കള്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വന്തം ഉമ്മാന്റെ കഴുത്തില് എന്റെ പ്രിയപ്പെട്ടവരെ കഠാര നമ്മുടെ മക്കള് വെക്കണമെങ്കിൽ നമ്മളെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കള് കൃത്യമായി മദ്രസയിൽ പോണവരായിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ കൊല്ലാൻ പോവോ? ഇല്ല. നമ്മുടെ മക്കള് കൃത്യമായി മദ്രസയിൽ പോയി പഠിച്ചവരാണെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പോവോ? ഇല്ല. പള്ളിയിലെ ഖത്തീബിനടുത്ത് പോലും മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വലിച്ചിട്ട് ഇമാമിക്ക് ഉസ്താദെ ഭയങ്കര ആക്റ്റീവാ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ ഞാൻ ജോലി ചെയ്തൊരു പള്ളിയിൽ ഒരു കള്ളുടിയനുണ്ട്. ഓൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഉസ്താദെ ഞാൻ വയലിന് പോകാൻ വേണ്ടി വണ്ടിയിലോട്ട് കയറാൻ പോയി വന്നിട്ട് പറയും, ഉസ്താദെ ഒരു സാധനം എടുക്കട്ടെ, വലിച്ചിട്ട് കയറിയ വയൽ ഉഷാറാ ഉസ്താദെ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അതാണ് കാലഘട്ടം, അതാണ് കാലഘട്ടോ. ഞാൻ നിങ്ങളോട് പറയാ, ഖുർആൻ ഓതുന്നവരാരാ, അതിനെ ആദരിക്കുന്നവരാരാ, അതിനെ ബഹുമാനിക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കും. അല്ലാഹുവേ ഖുർആനിന്റെ അഹ്ലുകാരെ ഞങ്ങൾ നീ പെടുത്തണേ അല്ലാഹ്, കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്, റാഹത്തിലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. രണ്ടാമത്തേതാ, ഞാൻ നിങ്ങളോട് പറയും ഉസ്താദെ ടെൻഷനാ ഉസ്താദെ, ബിസിനസ്സിൽ തകർച്ചയാ ഉസ്താദെ എന്ന് പറയുന്നവരോട് ഞാൻ പറയാ, ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ വരിക, ഖുർആൻ എടുക്കുക, ഓദിക്കോ. ഹൃദയത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു സമാധാനം നൽകും. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ, ആരെന്നറിയോ? ഏതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ പടച്ചവന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ
എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? വീട്ടിൽ നമസ്കരിക്കുന്നവരാരാ? വെറുതെ നമസ്കരിച്ചാൽ പോരാ, ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? അതബോടെ നിസ്കരിക്കുന്നവരാരാ? തഖ്വയോടെ നിസ്കരിക്കുന്നവരാരാ? ഖുശൂഅോടെ നിസ്കരിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടല്ലോ, കരഗതമാക്കാ ഇബാദത്ത് ചെയ്യുന്നവരാരാ? അവരെന്റെ പ്രിയമുള്ളവരെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, റമളാന് കടന്നു വന്നിരിക്കുകയാ, പടച്ചവനെ തറാവീഹ് കടന്നു വന്നിരിക്കുകയാ. ഒരാളെയും കാണിക്കാൻ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരണ്ടോ? നിസ്കരിക്കുമ്പോൾ എന്നെ പ്രിയമുള്ളവരെ ഖുശൂഅോടെ നിസ്കരിക്കാൻ കഴിയേണ്ടതാ. അതുകൊണ്ടാണ് ഖുർആനിലൂടെ അല്ലാഹ് പറയുന്നത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഇബാദത്ത് ചെയ്യുന്നവർക്ക്, സുജൂദ് ചെയ്യുന്നവർക്ക് വൈലെന്ന നരകമോ. സഹാബത്തുണ്ടല്ലോ, നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമെന്തിനാ? നബി തങ്ങൾ പറയുകയാ, സഹാബാ, ചില ആളുകളുണ്ട് സഹാബാ, അവർ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരുന്നവരോ, എന്നാ പടച്ചവനെ ഇഖ്ലാസില്ലാതെ നമസ്കരിക്കുന്നവരാ, തഖ്വയില്ലാതെ നമസ്കരിക്കുന്നവരാ. ഇവിടെ ഇരിക്കുന്ന പെങ്ങളെ ഒരാളും കാണാൻ നിസ്കരിക്കണ്ടോ, ഒരാളും കാണാൻ ഇബാദത്ത് ചെയ്യണ്ടോ. നമസ്കരിക്കുമ്പോ ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ അവസാനം നന്നാക്കി മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗാരാ? നിസ്കരിക്കണ സമയത്ത് അൽഹംദുലില്ലാഹ് ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ.